പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, SSC CGLന് ശേഷം CHSL നോട്ടിഫിക്കേഷനും കൂടെ SSC പുറത്തുവിട്ടിരിക്കുകയാണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2025. അപ്പോൾ ഈ വർഷം നടക്കുന്ന CHSLന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാം +2 ആണ് അടിസ്ഥാന യോഗ്യത. നേരത്തെ ഡിഗ്രി ലെവലിലുള്ള CGLന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിരുന്നു, ഓൾറെഡി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ CHSL നോട്ടിഫിക്കേഷൻ 23-ാം തീയതി, ജൂൺ 23-ാം തീയതി മുതൽ വന്നിട്ടുണ്ട്. 18-ാം തീയതി വരെ, ജൂലൈ 18 വരെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കുക. 3000-ലേറെ വേക്കൻസികളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് വേക്കൻസികളിലേക്ക്, കേന്ദ്ര സർക്കാർ ജോലിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ചാൻസ് ആണ്. 27 വയസ്സ് വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ജനറൽ കാറ്റഗറിയിലുള്ള ഏജ് ലിമിറ്റ്. റിസർവേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻസ് കിട്ടുകയും ചെയ്യും. അപ്പൊ 18-ാം തീയതി വരെ, ജൂലൈ 18 വരെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതുവരെ കാത്തിരിക്കേണ്ട. അവസാനമൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര വെബ്സൈറ്റിൽ ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. നേരത്തെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ ഫീ ഉണ്ട്, അതിന്റെ പേയ്മെന്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 19 ആണ്. ദെൻ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു വിൻഡോ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 23-ാം തീയതി, ജൂലൈ 23 മുതൽ 24 വരെയുള്ള 2 ദിവസമാണ് കൊടുത്ത ആപ്ലിക്കേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവസരം കിട്ടുക. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഷെഡ്യൂൾ ടയർ 1 നമുക്കറിയാം 2 ടയർ ആയിട്ടാണ്. ടയർ 1, ടയർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. ടയർ 1ന്റെ പരീക്ഷ CBT മോഡ് തന്നെയാണ്, OMR അല്ല, CBT മോഡാണ്. 8/9/2025 തൊട്ട് 18/9, അതായത് സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 18 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ടയർ 1ന്റെ, അതായത് സ്റ്റേജ് 1 SSC CHSLന്റെ പരീക്ഷ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇനി അധിക സമയം നമ്മുടെ മുന്നിലില്ല, ഒരു 3 മാസം തികച്ചില്ല. അപ്പോൾ ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള, ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കോച്ചിങ്ങുമായിട്ട് I+ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. I+ന്റെ കോഴ്സിൽ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാൻ സാധിക്കും. കോഴ്സിന്റെ വിശദാംശങ്ങൾ അറിയാനും മറ്റു കാര്യങ്ങൾക്കുമായി വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുകളിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പൊ ടയർ 2 ഉണ്ട്. ടയർ 2 എക്സാമിനേഷൻ, ടയർ 1 പാസ്സാവുന്നവരാണ് ടയർ 2 CBTയിലേക്ക് പോവുക. ആ പരീക്ഷ നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് 2025 അല്ല, 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് അടുത്ത ടയർ 2 നിങ്ങൾക്ക് കിട്ടുക. മറ്റ് വിശദാംശങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ssc.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതുവഴി മാത്രമാണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ് ഉള്ളത്. നിങ്ങളുടെ കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോകൾ തുടർന്നുള്ള വീഡിയോകളിലായിട്ട് നമുക്ക് ചെയ്യാം. എന്താണെങ്കിലും ആ വെബ്സൈറ്റിൽ പോയിട്ട് ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് വിശദമായിട്ട് വായിച്ചു നോക്കണം. ഏതൊക്കെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് എല്ലാം കൂടെ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത് LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പേ സ്കെയിൽ ശ്രദ്ധിക്കുക. 19,900 മുതൽ 63,000 വരെയുള്ള ഒരു പേ സ്കെയിൽ. ദെൻ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. അത് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് കേട്ടോ. ഇത് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒന്നല്ല, പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, പേ ലെവൽ 25,500 മുതൽ 81,100 വരെ. +2 ആണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതേസമയം ഒരു ചില പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് +2 സയൻസ് പഠിച്ചിരിക്കണമെന്നുണ്ട്. ബാക്കി എല്ലാ ഭൂരിഭാഗം വേക്കൻസികളിലേക്കും ഏത് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 3131 ടെന്റേറ്റീവ് വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ssc.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് എല്ലാ പ്രൊസീജിയറും നടക്കുക. അവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വളരെ വിശദമായിട്ട്, ആർക്കൊക്കെയാണ് റിസർവേഷൻ ഉള്ളത്, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് 27 വയസ്സാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ബിഫോർ 2/1/1999, 2/1/1999 മുൻപ്, അപ്പോൾ ആ തീയതി ഇൻക്ലൂഡഡ് ആണ്. അതിന് മുൻപ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഏജ് റിലാക്സേഷൻ കിട്ടുന്ന SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അൺറിസർവ്ഡ് ആണെങ്കിൽ 10 വർഷം. അവരിൽ റിസർവേഷൻ ഉള്ളവർക്ക് 13, 15. എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം 3 വർഷം ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ദ മിലിറ്ററി സർവീസ് റെൻഡേഡ് ഫ്രം ദ ആക്ച്വൽ ഏജ് ആസ് ഓൺ 1/1/2026. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് സ്റ്റിപ്പുലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്ലൈ ചെയ്യുക. പഠിക്കാൻ ഇനി അധിക സമയം നമ്മുടെ മുന്നിലില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടയർ 1 നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. ടയർ 2 വേണ്ടിയിട്ട് പിന്നീട് നമുക്കൊരു 6 മാസത്തേക്ക് കിട്ടും. അപ്പോൾ അതിനും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങളെ കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.